അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിവിടെ വന്നിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ലോഡും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം. ഇവിടെ കിടക്കുന്ന ഈ വണ്ടി എന്ന് പറയുന്നത് ടാറ്റയുടെ വണ്ടിയാണ്. ARS എന്ന കമ്പനിയുടെ വണ്ടിയാണത്. ARSന്റെ ഇവിടെ കൂടുതലും ബൾക്കറാണ് ഉള്ളത്. ബോഡി വണ്ടി കുറവാണ്. ഞാൻ ഇവിടെ വന്നിട്ട് 2 വണ്ടി മാത്രമേ ബോഡി വണ്ടി കണ്ടുള്ളൂ. ബാക്കിയെല്ലാം ബൾക്കറാണ്. നമ്മുടെ വണ്ടികളും ബൾക്കർ ഒരുപാടുണ്ട്. ബെസ്റ്റിന്റെ വണ്ടികളും ബൾക്കർ ഒരുപാടുണ്ട്. അത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ടാറ്റയുടെ വണ്ടിയാണ്. ടാറ്റയുടെ അടിപൊളി വണ്ടിയാണ്, ഒരു രക്ഷയില്ല. സിഗ്ന എന്ന് പറയുന്ന വണ്ടിയാണ്. വണ്ടി പക്ക കണ്ടീഷനാണ്, ഒരു രക്ഷയില്ല. വണ്ടിയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ കിടക്കുന്നതും ടാറ്റയുടെ വണ്ടി തന്നെയാണ്. പക്ഷെ ആ വണ്ടി കാണുമ്പോൾ നമുക്ക് 18 വീലുള്ളതായിട്ട് തോന്നും. പക്ഷെ 18 വീലല്ല. ഈ സെൻട്രൽ വരുന്ന വീലും സിംഗിളാണ്, ബാക്കിൽ വരുന്ന വീലും സിംഗിളാണ്. അപ്പോൾ അത് 16 വീല് തന്നെയാണ്. നമ്മൾ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച് 18 വീലായിരിക്കും. ഈ വണ്ടികൾക്ക് 18 വീല് വരാൻ സാധ്യതയില്ല. ട്രെയിലർ ആവുമ്പോഴാണ് അത് 18 ആവുന്നത്. ഈ കിടക്കുന്ന വണ്ടിയാണെങ്കിൽ 18 വീല് കറക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിൽ 2 വീല്, സെൻട്രൽ വരുന്ന 4 വീല്, 6ഉം ബാക്കിൽ വരുന്ന 12 വീല്. അപ്പോൾ 12ഉം 6ഉം 18 വീലായി. ഇത് ലൈലാൻഡിന്റെ വണ്ടിയാണ്, അശോക് ലൈലാൻഡിന്റെ വണ്ടിയാണ്. ഏതൊക്കെ വണ്ടി വന്നാലും പോയാലും ലൈലാൻഡിന്റെ സുഖം വേറെ ഒന്നാണ് ഗൈസ്. അതിന്റെ ഫീലിങ്സും ആ ഒരു ഓടിക്കുന്ന സുഖവും വേറൊരു വൈബാണ്. അത് നമുക്കത് ഓടിക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. ഈ കിടക്കുന്ന വണ്ടി എന്ന് പറയുന്നതും അശോക് ലൈലാൻഡിന്റെ പുതിയ വണ്ടിയാണ്. ഇത് ക്യാബിനെല്ലാം പുതിയതാണ്. ഇതിന്റെ ക്യാബിനിലെ വീല് വരുന്നത് 10 വീലും ബാക്കില് വൾക്കർ വരുന്നത് 12 വീലുമാണ്. അങ്ങനെ ഇത് 22 വീല് വണ്ടിയാണ്. 22 വീല് ബൾക്കർ ട്രെയിലറാണത്. അപ്പോൾ അതിന്റെ അപ്പുറത്ത് കിടക്കുന്നതും ട്രെയിലർ ബൾക്കറാണ്. അത് ഭാരത് ബെൻസിന്റെ വണ്ടിയാണ്. ഭാരത് ബെൻസും അശോക് ലൈലാൻഡുമാണത്. അതിന്റെ അപ്പുറത്ത് കിടക്കുന്നതും അശോക് ലൈലാൻഡാണ്. ഇതെല്ലാം അശോക് ലൈലാൻഡിന്റെ പുതിയ മോഡൽ വണ്ടികളാണ്. നടുക്ക് സെന്റർ കിടക്കുന്നത് ഭാരത് ബെൻസ് BS6 വണ്ടിയാണിത്. വണ്ടിയുടെ ക്യാബിന് ഒരു രക്ഷയില്ല, പറയണ്ടല്ലോ, അടിപൊളി വണ്ടിയാണ്. അതിന്റെ വൾക്കറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് കിടക്കുന്നതും അശോക് ലൈലാൻഡിന്റെ വൾക്കറാണ്. ഈ കിടക്കുന്ന 3 വണ്ടികളും 22 വീലിന്റെ വണ്ടികളാണ്. ക്യാബിൻ വരുന്നത് 10 വീലും വൾക്കർ ബാക്കിൽ വരുന്നത് 12 വീലുമാണ്. അങ്ങനെ അതെല്ലാം നിങ്ങളെ കാണിച്ചതിന് ശേഷം നമ്മുടെ ഒരു 14 വീല് വണ്ടി ലൈലാൻഡ് ബെസ്റ്റിന്റെ വണ്ടിയാണ് ഈ കിടക്കുന്ന. ബോഡി വണ്ടിയാണ്. ബോഡി വണ്ടി ഇവിടെ കുറവാണ് ഗൈസ്. അവിടെ നമ്മുടെ അപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന മൊത്തം ബൾക്കറാണ്. ബൾക്കറിന്റെ കളികളാണ് ഗൈസ്. ഇത് മൊത്തം എവിടെ നോക്കിയാലും ബൾക്കറേ ഉള്ളൂ. ബോഡി വണ്ടികൾ കുറവാണ്. ബോഡി വണ്ടികൾ വിരലിലെണ്ണാവുന്ന വണ്ടികളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇത് മഹീന്ദ്രയുടെ ഒരു ബൾക്കറാണ്. മഹീന്ദ്രയുടെ ബൾക്കർ 16 വീല് വണ്ടിയാണിത്. ട്രെയിലറല്ല, 16 വീല് ബൾക്കറാണ്. മഹീന്ദ്ര കൊണ്ടിട്ടിട്ട് കുറെ നാളായെന്ന് തോന്നുന്നു. പൊടിയൊക്കെ അടിച്ച് ഇവിടെ നാശമായിട്ട് കിടക്കുക. എടുക്കാൻ ആളില്ലെന്ന് തോന്നുന്നു. ഇതും മഹീന്ദ്രയുടെ ബൾക്കർ തന്നെയാണ്, 16 വീലാണ്. നമ്മള് ഈ കാണുന്ന ARSന്റെ അശോക് ലൈലാൻഡിന്റെ ബൾക്കർ ട്രെയിലറാണ്. അത് 22 വീല് വണ്ടിയാണ്. ഇത് എന്തോ ശങ്കറിന്റെ സിമെന്റ് പാക്കറ്റുമായിട്ട് വന്നേക്കുന്ന വണ്ടികളാണ് നമ്മൾ 2 സൈഡിലും കണ്ട ചെറിയ വണ്ടികൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാണുന്ന മൊത്തം ബൾക്കറിന്റെ വണ്ടികളാണ്. എവിടെ നോക്കിയാലും ബൾക്കറേ ഉള്ളൂ ഗൈസ്. രക്ഷയില്ല ബൾക്കർ. ഇവിടെ കിടക്കുന്നതില് പകുതി മുക്കാല് ബൾക്കറും ARSന്റെ വണ്ടികളാണ്. ARSന് ഏറ്റവും കൂടുതൽ ഇവിടെ ബൾക്കർ ഓട്ടം ഉള്ളത്. നമുക്കും ഇവിടെ ബൾക്കറാണ് ഏറ്റവും കൂടുതൽ ഓട്ടം ഉള്ളത്. ബോഡി വണ്ടി കുറവാണ്. എങ്കിലും ARSന്റെ വണ്ടികളാണ് കൂടുതലും ഉള്ളത്. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ടതിന് ശേഷം ഇപ്പൊ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് നമ്മുടെ ലോറി ജീവിതത്തിലെ കാര്യങ്ങൾ. ചില സന്ദർഭങ്ങളിലോ ചില സന്തോഷങ്ങളിലോ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വരുന്ന ന്യൂ ഇയർ, ഇതേപോലത്തെ ക്രിസ്മസ്, അങ്ങനെയുള്ള ആഘോഷങ്ങളിലെല്ലാം നമ്മൾ ഈ വണ്ടിയിൽ ചില സ്ഥലങ്ങളിൽ പെട്ടുപോകാറുണ്ട്. അങ്ങനെ ഞാനും ഈ ന്യൂ ഇയർ ഇവിടെ ആയിരുന്നു. എന്താ ചെയ്യുക, ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ അതിൽ തരണം ചെയ്ത് പോവുക എന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ശങ്കറിന്റെ ഇത് ശങ്കറിനകത്തേക്ക് ട്രെയിൻ പോകാനുള്ള റെയിൽവേ പാളമാണ് ഫ്രണ്ട്സ്. ഇതുവഴിയാണ് ശങ്കറിനകത്തേക്ക് സിമെന്റ് ഉണ്ടാക്കാനുള്ള കെമിക്കൽ എല്ലാം കൊണ്ടുപോകുന്നത്. അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കടയിലേക്ക് പോവുകയാണ്. നമ്മുടെ പാർക്കിങ്ങിന് അടുത്ത് തന്നെ ഒരു കടയുണ്ട്. പക്ഷെ അത് ന്യൂ ഇയർ ആയതുകൊണ്ട് ഓപ്പൺ അല്ല. അതിനാലാണ് നമ്മളിങ്ങനെ നടന്ന് കടയിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഉണ്ട് നമ്മൾ കടയിലേക്ക് നടക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഫുഡ് കഴിക്കാനായിട്ട് കടയിലേക്ക് പോവുകയാണ്. നമ്മൾ ആ കാണുന്നതാണ് ശങ്കറിന്റെ ഉൾവശം. അതേപോലെ ഒരുപാട് ബിൽഡിംഗ് അകത്തുണ്ട്. ഏക്കർ കണക്കിന് വരുന്നൊരു വലിയ സ്ഥലമാണ് ശങ്കറിനകം. നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കത്തില്ല. അതിനുശേഷം നമ്മൾ ജംഗ്ഷനിൽ വന്നപ്പോൾ ഒരു വേപ്പിന്റെ മരം കണ്ട് ആ മരത്തിൽ നിന്ന് തമിഴ് അണ്ണന്മാര്
കമ്പ് പറിക്കുകയാണ്. ആ കമ്പ് പിടിച്ചിട്ട് ഇവർ പല്ല് തേക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന ഫാക്ടറിയാണ് രാംകോയുടെ ഫാക്ടറി. രാംകോ ശങ്കറിനോട് ചേർന്ന് തന്നെയാണ്, രണ്ടും തൊട്ടടുത്തടുത്ത് തന്നെയാണ്. ഈ ജംഗ്ഷനിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറുന്നതിന് മുമ്പ് ഒരു വണ്ടി വരുന്നത് കണ്ടു. അത് രാംകോയുടെ ട്രെയിലറാണ്. 22 വീലാണ്. അത് ലോഡ് കയറ്റാനായിട്ട് രാംകോയുടെ ഫാക്ടറിക്ക് ഉള്ളിലേക്ക് പോകുന്നതാണ്. അപ്പോഴാണ് നമ്മൾ വേറൊരു കാഴ്ച കണ്ടത്. ഒരു ഫാമിലി പന്നിക്കൂട്ടങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നു. 3 വെള്ള പന്നികളും ഒരു കറുത്ത പന്നിയുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ അതിനെയും കണ്ടതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് കടയിലേക്ക് കയറി. ഞാൻ 3 പൂരിയും ഒരു കിഴങ്ങറിയുമാണ് പറഞ്ഞത്. തമിഴ് അണ്ണന്മാര് ഇഡ്ഡലിയും പൂരിയാണ് കഴിക്കുന്നത്. ചെറിയൊരു കടയാണെങ്കിലും ഈ കടയിൽ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് വെളിയിറങ്ങിയപ്പോൾ പന്നിയെ പോലെ ഇരിക്കുന്ന ഒരു പട്ടി. ആദ്യം ഞാൻ പെട്ടെന്ന് പന്നിയാണെന്നാണ് വിചാരിച്ചത്. പട്ടി ഉരുണ്ടിരിക്കുന്നത് എന്താണെന്നറിയില്ല. അതിനുശേഷം നമ്മൾ ബെസ്റ്റ് ട്രാൻസ്പോർട്ടേഷന്റെ വർക്ക്ഷോപ്പിലെത്തി. ഇതാണ് ദളവായിലെ ബെസ്റ്റ് ട്രാൻസ്പോർട്ടേഷന്റെ വർക്ക്ഷോപ്പ്. അകത്ത് കയറി വീഡിയോ എടുക്കണ്ട എന്ന് കരുതി പുറത്ത് നിന്ന് തന്നെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇതിനകത്താണ് വണ്ടിപരമായിട്ട് എല്ലാ പണികളും നടക്കുന്നതും, ഓഫീസും ബില്ലൊക്കെ കൊടുക്കുന്നതും, അഡ്വാൻസ് വല്ലതും വേണമെങ്കിൽ നമുക്ക് ക്യാഷ് കിട്ടുന്നതും, അക്കൗണ്ട്. അകത്ത് എല്ലാ വണ്ടിക്കും ഇടാനുള്ള സൗകര്യങ്ങൾ കുറവായതുകൊണ്ടാവണം 3-4 വണ്ടികൾ വെളിയിട്ടിരിക്കുകയായിരുന്നു. ഇത് ബോഡി വണ്ടിയാണ്. 6 വീല് ബോഡി വണ്ടികളാണ്. ലോക്കൽ ഓടുന്ന വണ്ടികളാണ് അതെല്ലാം. ഇത് 16 വീല് ബൾക്കറാണ്. ലേലാൻഡിന്റെ വണ്ടിയാണ്. വെസ്റ്റ് ഗ്രൂപ്പ്, BG ഗ്രൂപ്പ് എന്നൊക്കെ അതിനകത്ത് പേരൊക്കെ അടിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് വീല് ബുക്കേജാണ്. ഹൗസിംഗ് വീല്, ഡമ്മി വീല്. ഹൗസിംഗ് വീലിന്റെ ടയർ അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ വർക്ക്ഷോപ്പും കണ്ടതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ വണ്ടി കിടക്കുന്ന പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. നമ്മുടെ അവിടുത്തെ പാർക്കിങ്ങിന്റെ ഒരു വ്യൂ നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. നമ്മൾ ചെല്ലുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ തണൽ തരുന്ന കുറേ മരങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഈ റോഡ് സൈഡ് വണ്ടി ഇടാൻ സാധിക്കത്തില്ല. റൈറ്റ് സൈഡിൽ പാർക്കിംഗ് ഉണ്ടായതുകൊണ്ട് റൈറ്റ് സൈഡിലാണ് നമ്മൾ വണ്ടി കയറ്റിയിടുന്നത്. എല്ലാ വണ്ടികളും ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഫുഡും കഴിച്ചു. ഇനി വണ്ടിയിൽ പോയി കിടന്ന് ഉറങ്ങാമെന്ന് കരുതി വണ്ടിയിലേക്ക് പോവുകയാണ്. പാസ്സാവുമ്പോൾ അവർ നമ്മളെ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഫാക്ടറിക്കുള്ളിലേക്ക് പോകുന്നതായിരിക്കും. ഇത് നമ്മുടെ ബെസ്റ്റ് ഗ്രൂപ്പിന്റെ തന്നെ വണ്ടിയാണ്. ഏച്ചറിന്റെ വണ്ടിയാണ്. ക്യാബിൻ ഇച്ചിരി ചെറുതായതുകൊണ്ട് ബാക്കിലത്തെ ബൾക്കറിന്റെ ബോഡിയും ക്യാബിനും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. ഇത് 22 വീല് വണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.